കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ലാബിൽ പോയി ടെസ്റ്റുകളെല്ലാം ചെയ്ത് തിരിച്ചു വന്നു. എൻ്റെ എല്ലാം നോർമലാണ്, ഷുഗർ മാത്രം അല്പം കൂടും, ബാക്കിയെല്ലാം നോർമലാണ്. അപ്പോൾ അതിനേക്കാൾ വിവരമുള്ള വേറെ ഒന്ന് രണ്ടോ ഉപദേശിക്കുന്നതും കേട്ടു. ഞാനൊന്നും മിണ്ടാതിരുന്നു. എന്താണ് ബ്ലഡ് ഷുഗർ, എന്താണ് പ്രഷർ, എന്താണ് കൊളസ്ട്രോൾ, ഇതൊന്നും പലർക്കും വ്യക്തമായിട്ട് അറിയില്ല എന്ന് എനിക്കറിയാം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലും ഇത് പലർക്കും മനസ്സിലാകുകയില്ല. അതായത് നമ്മൾ പ്രായം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കണം. ഒരു കുഞ്ഞു കൊച്ചിൻ്റെ പ്രഷർ വളരെ കുറവല്ല, അത് ഗ്രാജുവലി കൂടി വരുന്നത്. കൊളസ്ട്രോൾ അങ്ങനെ തന്നെയല്ലേ, ഷുഗർ ഇങ്ങനെ തന്നെയല്ലേ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ്, അരി, കഴിഞ്ഞ ഗോതമ്പ്, റവ, മൈദയൊക്കെ തേച്ചുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അത് കൊണ്ടുവന്ന് ബ്ലഡിൽ കിടന്ന് ഒഴുകിപ്പോയിട്ട് ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെ എനർജിക്ക് വേണ്ടി എടുക്കണം. അത് 95% എനർജിക്ക് ഉപയോഗിക്കുന്നത് മസിൽസിൻ്റെ അകത്താണ്. അധ്വാനിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ ഈ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തിട്ടിരിക്കും. റൈറ്റ്. ഈ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് അതിനേക്കാൾ കൂടുതൽ എനർജി വേണമെങ്കിൽ കൊഴുപ്പാണ് എനർജിക്ക് എടുക്കുക. ഈ കൊഴുപ്പാണ് TGL അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ്. അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലെ എനർജി ആക്കാനുള്ള അധ്വാനം വ്യായാമം ഇല്ലെങ്കിൽ ഈ കൊഴുപ്പ് എടുക്കില്ല. TGL കൂടും, കൊളസ്ട്രോൾ കൂടും. അത് ചെറുതായിട്ട് കൂടുന്നതനുസരിച്ച് LDL ഡെപ്പോസിഷൻ, ബാഡ് കൊളസ്ട്രോൾ, LDLൻ്റെ അകത്താണ് ഈ TGL ഒക്കെ കിടക്കുന്നത്. സോ ഇത് അടിഞ്ഞുകൂടാൻ തുടങ്ങും രക്തക്കൊള്ള ഭിത്തിയിലേക്ക്. 5 വയസ്സ് 6 വയസ്സ് പ്രായമാകുമ്പോൾ ഈ കൊഴുപ്പ് അടിയാൻ തുടങ്ങുന്നതാണ്. ഗ്രാജുവലി അത് രക്തക്കൊള്ള ഭിത്തി കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് ഉണ്ടാക്കുന്നു. 5%, 10%, 15%. അവസാനം ഒരു പ്രായത്തുമ്പോൾ ഒരു മുരിങ്ങാക്കോളിൻ്റെ അവസ്ഥയിൽ രക്തക്കൊള്ള ഭിത്തിയെല്ലാം മാറിക്കണം. 10-20 വയസ്സാകുമ്പോഴാണ് വയറ്റത്ത് കൊഴുപ്പെടുന്നത്, ശരീരത്തിൽ കൊഴുപ്പെടുന്നത്. അതും കഴിഞ്ഞിട്ടാണ് പലർക്കും ഫാറ്റ് ലിവർ വരുന്നത്. ലിവറിൽ അടിഞ്ഞുകൂടുന്ന LDL, ഫാറ്റ് ലിവർ, കൊഴുപ്പ് കോശങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒബസിറ്റി, പൊണ്ണത്തടി, ആൻഡ് രക്തക്കൊള്ള ഭിത്തിയിലെ ബ്ലോക്ക്. സോ ഈ ബ്ലോക്കുകൾ വലുതായിക്കൊണ്ടേയിരിക്കുന്ന ചിന്ത മനസ്സിൽ വേണം. നിങ്ങളുടെ വയറ്റത്ത് കൊഴുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തക്കൊള്ള ഭിത്തി എങ്ങനെ ഉണ്ടാകും എന്നൊരു ധാരണ മനസ്സിൽ വേണം. അല്ലാതെ ഈ വാല്യൂസ് മാത്രമല്ല മനസ്സിൽ വേണ്ടത്. ഇനി ഇത് വീണ്ടും വീണ്ടും അടിഞ്ഞിട്ടേ ഇരുന്നാൽ എന്ത് പറ്റും? ആ ക്രമേണ വലുതായി നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാക്കുന്ന, സ്ട്രോക്ക് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളിലേക്ക് പോവില്ലേ? എല്ലാ അവയവങ്ങളിലേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് നിങ്ങൾക്ക് അൽഷീമർ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്രസ്, ഓവറി, ടെസ്റ്റിസ് ഒക്കെ രക്തോട്ടം കുറയുമ്പോൾ ഇമ്പോർട്ടൻസ്, ഫ്രിജിഡിറ്റി, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ കുറേ കൂടി യങ് ഏജിലേ വരില്ലേ? ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? സോ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാൻ ഭൂമിയിൽ ഒരു മരുന്നുമില്ല. അത് വ്യായാമത്തിലൂടെ എനർജി ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അകാല വാർദ്ധക്യം വരും, പല കോംപ്ലിക്കേഷൻസും വരും, പല രോഗങ്ങളും വരും. ഇത് തടയാനാണ് പിടിക്കേണ്ടത്.